സ്റ്റുഡൻസ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഒരു ഇൻറ്റഗ്രൽ ഇക്വേഷൻ, വോൾട്ടേറ ഫ്രെഡൽഹോം ഇൻറ്റഗ്രൽ ഇക്വേഷനും അവരുടെ പല ടൈപ്സും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സെക്ഷൻ്റെ ലാസ്റ്റത്തെ ഒരു പാർട്ടാണ്. ഇതിനകത്ത് നമുക്ക് ഇൻറ്റഗ്രൽ ഇക്വേഷനെ ഡിഫറൻഷ്യൽ ഇക്വേഷനിലോട്ടാക്കാനും തിരിച്ചും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളൊരു മൾട്ടിപ്പിൾ ഇൻറ്റഗ്രലിൻ്റെ ഒരു ഫോർമുലയുണ്ട്. അതിൻ്റെ ഡെറിവേഷനാണ്. എന്താണ് ഫോർമുല എന്നുള്ളത് ലാസ്റ്റേ നമ്മൾ പറയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു പ്രൂഫ് ചോദിക്കുവാണെങ്കിൽ ഇവിടുന്നേ അങ്ങ് എഴുതി കൊടുക്കാം. നമ്മൾ IN എന്ന് പറഞ്ഞ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. എന്നിട്ട് അതിന് എന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ്സും ഇൻറ്റഗ്രൽസും മാറി മാറി യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു മൾട്ടിപ്പിൾ ഇൻറ്റഗ്രൽ ഫോർമുലയിലോട്ട് നമ്മൾ എത്തിച്ചേരുന്നത്. ആസ് എ യൂസ്ഫുൾ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് ഫോർമുല, we consider the differentiation of the function in of x defined by the equation in of x is equal to integral a to x minus chi the whole raised to n minus 1 f of chi dk. in എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ നമ്മൾ ജസ്റ്റ് ആർബിട്രറി ആയിട്ട് ഡിഫൈൻ ചെയ്യുകയാണ്. എന്തിനാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മൾ പല റിസൾട്ടുകൾ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് എന്ത് ചെയ്യുക, in of x is equal to integral a to x minus chi the whole raised to n minus 1 f of chi dk. ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഫസ്റ്റ് ലെറ്റ് us consider the function in of x defined by എന്ന് പറഞ്ഞ് എഴുതാം. നമുക്ക് ഈ തന്നിരിക്കുന്ന n എന്ന് പറയുന്ന ഇറ്റ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ ആൻഡ് a is a constant. a എന്ന് പറയുന്ന ഒരു നമ്പറാണ്. ആസ് യൂഷ്വൽ x എന്തായിരിക്കും, നമ്മുടെ വേരിയബിൾ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഡെറിവേറ്റീവ്സ് അല്ലേ നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ എഫ് ഓഫ് എക്സ് കോമ കൈ അല്ലേ, അതായിട്ട് നമ്മൾ ഈ എക്സ് മൈനസ് കൈ ദ ഹോൾ റേസ് ടു എൻ മൈനസ് 1 അങ്ങനെ ഒരു നൊട്ടേഷൻ കൊടുക്കുക ഇൻറ്റു എഫ് ഓഫ് കൈ. ഇതിന് മൊത്തത്തിൽ നമ്മൾ എഫ് ഓഫ് എക്സ് കൈ എന്ന് പേര് കൊടുക്കുകയാണ്. ടേക്ക് എഫ് ഓഫ് എക്സ് കോമ കൈ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് കൈ ദ ഹോൾ റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് കൈ ആൻഡ് അപ്ലൈ ദ അബവ് ഫോർമുല. അതായത് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചൊരു ഫോർമുല ഉണ്ട്. എന്തായിരുന്നു? ഡി ബൈ ഡി എക്സ് ഇൻറ്റഗ്രൽ എ ഓഫ് എക്സ് ടു ബി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് കൈ ഡി കൈ എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റഗ്രൽ എ ഓഫ് എക്സ് ടു ബി ഓഫ് എക്സ്, അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡി കൈ പ്ലസ് അപ്പർ ലിമിറ്റ്, കൈക്ക് പകരം ആദ്യം അപ്പർ ലിമിറ്റ് ബി ഓഫ് എക്സ് ഇട്ട് കൊടുക്കുക ഇൻറ്റു ബി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് എഫ് ഓഫ് എക്സ് കൈയുടെ സ്ഥാനത്ത് കൈക്ക് പകരം നമ്മൾ എ ഓഫ് എക്സ് ഇട്ട് കൊടുക്കുക ഇൻറ്റു എ ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. ഈ ഒരു ഫോർമുലയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻറ്റഗ്രലിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ചുമ്മാ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഈ in എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്ത് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. ദാറ്റ് ഈസ് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഇവാലുവേറ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് in of x which is nothing but derivative of d by dx of integral a to x minus chi whole raised to n minus 1 f of chi dk ആണ് അല്ലേ. ഈ ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മുടെ നേരത്തെ ഇതിനകത്ത് വെച്ച് നമ്മൾ എഫ് ഓഫ് എക്സ് കോമ കൈ എന്ന് പേര് കൊടുക്കുന്നത് അല്ലേ. ആസ് ഫാർ ആസ് വി കൺസിഡർ ആ റിസൾട്ട് എന്തായിരിക്കും വരേണ്ടത്? ഇൻറ്റഗ്രൽ എ ടു എക്സ്. ഓക്കെ, നേരത്തെ ഫോർമുലയായിട്ട് കമ്പയർ ചെയ്യുമ്പം നമ്മുടെ ക്യാപിറ്റൽ എ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് എ ആണ്. ക്യാപിറ്റൽ ബി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ദിസ് ക്യാൻ ബി ഇവാലുവേറ്റഡ് ബൈ ടേക്കിംഗ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് കോമ കൈ ഡി കൈ അല്ലേ. ഡി കൈ എന്ന് പറഞ്ഞ് കൊടുക്കും. പിന്നെ എന്താണ്? പ്ലസ് അപ്പർ ലിമിറ്റ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് കോമ എക്സ് കണ്ടുപിടിക്കുക ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് മൈനസ് ലോവർ ലിമിറ്റ് കണ്ടുപിടിക്കുക എഫ് ഓഫ് എക്സ് കോമ എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എ ഒരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എന്തായി പോവും? 0 ആയിട്ട് പോകും. അപ്പം ഈ ഒരു ഫോമാറ്റിലാണ് നമ്മളിത് ചെയ്തു പോകുന്നത്. അപ്പോൾ അതെങ്ങനെ സ്റ്റെപ്സൊക്കെ നമുക്ക് കാണാം. ഡി ബൈ ഡി എക്സ് ഓഫ് in of x. അപ്പോൾ ഇവിടെ നമ്മുടെ ക്യാപിറ്റൽ എ ഓഫ് എക്സ് എന്ന് പറയുന്നത് താഴത്തെ ലോവർ ലിമിറ്റായ എയും ബി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ ലിമിറ്റായ എക്സും ആണ്. എ ഡാഷ് കണ്ടുപിടിക്കണം, ബി ഡാഷ് ഓഫ് എക്സും നമുക്ക് വേണം. ഓക്കെ, അത് ഞാൻ ചെയ്തു വെച്ചു എന്നേ ഉള്ളൂ. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻറ്റഗ്രൽ എ ടു എക്സ് x minus chi the whole raised to n minus 1 f of chi
ഓക്കെ, ഇതിൻ്റെ ഡെറിവേറ്റീവാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഈ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ഈ എഫ് ഓഫ് കൈ എന്തായിട്ട് ആക്ട് ചെയ്യുക? ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് സിൻസ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് കൈ ആൻഡ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. എഫ് ഓഫ് കൈ എന്തായിട്ട് ആക്ട് ചെയ്യും? ഇറ്റ് ആക്ട്സ് ആസ് എ കോൺസ്റ്റൻറ്റ്. സോ എഫ് ഓഫ് കൈ അതേപോലെ നമ്മൾ എഴുതുന്നു. പിന്നെ എന്താ ഉള്ളത്? എക്സ് മൈനസ് കൈ ദ ഹോൾ റേസ് ടു എൻ മൈനസ് വൺ. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അതെന്താണ്? എക്സ് റേസ് ടു എൻ്റെ ഡെറിവേറ്റീവ് എന്താ? എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ. സോ എൻ മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് കൈ റേസ് ടു എൻ മൈനസ് ടു ഇൻറ്റു നമ്മുടെ എഫ് ഓഫ് കൈ അതേപോലെ എഴുതുന്നു ഡി കൈ. ഓക്കെ, പ്ലസ് എഫ് ഓഫ് എക്സ് എക്സ് ഇൻറ്റു വൺ മൈനസ് എഫ് ഓഫ് എക്സ് ഐ ഇൻറ്റു സീറോ. ഇപ്പോൾ ഈ ഒരു ടേം സെക്കൻഡ് ടേം ക്യാൻസൽ ആയിപ്പോയി. നെക്സ്റ്റ് ഇൻറ്റഗ്രൽ എ ടു എക്സ് എൻ മൈനസ് വൺ എക്സ് മൈനസ് കൈ ദ ഹോൾ റേസ് ടു എൻ മൈനസ് ടു എഫ് ഓഫ് കൈ ഡി കൈ പ്ലസ് എക്സ് മൈനസ് എക്സ് ഹോൾ റേസ് ടു, അതായത് നമ്മുടെ എഫ് ഓഫ് എക്സ് കോമ കൈ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സ് മൈനസ് കൈ ദ ഹോൾ റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു എഫ് ഓഫ് കൈ ആണ് അല്ലേ? സോ എഫ് ഓഫ് എക്സ് എക്സ് അല്ലേ വേണ്ടത്? സോ ദിസ് വിൽ ബി ഈക്വൽ ടു എന്ത് വരും? എക്സ് മൈനസ് എക്സ് റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ഇസ് ഓൾറെഡി സീറോ. സോ ഈ ഒരു ടേം എന്ത് ചെയ്യും? സീറോ ആയിട്ട് പോകും. പിന്നെ ബാക്കി നമുക്ക് ആരേ ഉള്ളൂ? ഇതാണ്ട് ഈ ഒരു ഇൻറ്റഗ്രലേ ഉള്ളൂ. ഈ ഒരു ഇൻറ്റഗ്രലിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ മൈനസ് വണ്ണിനെ പുറത്തോട്ട് എടുക്കുന്നു. പിന്നെ നമുക്ക് എന്താ കിട്ടുന്നത്? ഇൻറ്റഗ്രൽ എ ടു എക്സ് എക്സ് മൈനസ് കൈ ദ ഹോൾ റേസ് ടു എൻ മൈനസ് ടു എഫ് ഓഫ് കൈ ഡി കൈ. നേരത്തെ നമ്മൾ ഐ എന്നിൻ്റെ ഫോമുല എഴുതിയപ്പം ഐ എൻ എടുക്കുമ്പോൾ നമുക്ക് എന്താ വന്നിട്ടുള്ളത്? എക്സ് മൈനസ് കൈ റേസ് ടു എൻ മൈനസ് വൺ. എൻ ആകുമ്പോൾ ഇൻറ്റഗ്രലിനകത്ത് ഒരു ഇത് പവറിൽ ഒന്ന് കുറയും അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ പവറിൽ 2 കുറഞ്ഞു. സോ എൻ മൈനസ് ടു പ്ലസ് വൺ ആയിരിക്കും ഐയിൽ വരുന്നത്, ഐയുടെ സഫിക്സ് ആയിട്ട് വരുന്നത്. സോ ഐ എൻ ആയപ്പം നമുക്ക് പവർ എന്ത് വന്നു? എൻ മൈനസ് വൺ. സോ എൻ മൈനസ് വൺ ആകുമ്പോഴല്ലേ പവറിൽ എൻ മൈനസ് ടു വരുന്നത്. സോ എക്സ് മൈനസ് കൈ റേസ് ടു എൻ മൈനസ് ടു എഫ് ഓഫ് കൈ ഡി കൈ ഇൻറ്റഗ്രൽ എ ടു എക്സ്. അതിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? ഐ എൻ മൈനസ് വൺ എഴുതാം ഫോർ എൻ ഗ്രേറ്റർ ദാൻ വൺ. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ നിന്ന് ആദ്യത്തെ ഒരു റിലേഷൻഷിപ്പാണ് കിട്ടിയത്. എന്താണ് ആ റിലേഷൻഷിപ്പ്? ഡി ബൈ ഡി എക്സ് ഓഫ് ഐ എൻ എന്ന് പറയുന്നത് എന്താണ്? എൻ മൈനസ് വൺ ഇൻറ്റു ഐ എൻ മൈനസ് വൺ ആണ്. ക്ലിയർ ആയോ? ദിസ് ഇസ് ട്രൂ ഫോർ എവ്രി എൻ ഗ്രേറ്റർ ദാൻ വൺ. ഇനി എൻ ഈക്വൽ ടു വൺ എന്ന് ഈ ഒരു ഫോമിലേക്ക് കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് ഐ വൺ എന്ന് കൊടുക്കുക. അപ്പോൾ എന്തായിരിക്കും? ബൈ ദ റിസൾട്ട് എൻ മൈനസ് വൺ സീറോ എന്ന് കിട്ടും. പക്ഷേ ഡി ബൈ ഡി എക്സ് ഓഫ് ഐ വൺ സീറോ ആണെന്ന് നമുക്ക് ആണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. സോ ഫോർ ദ ടൈം ബീങ് അത് സീറോ അല്ല. പകരം നമുക്ക് ഐ വണ്ണിൻ്റെ ഡെറിവേറ്റീവിനൊരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടെന്നുള്ളത് നമുക്ക് കാണിക്കണം അല്ലേ? സോ അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് കൊടുത്തത്? എൻ ഗ്രേറ്റർ ദാൻ വൺ ആണെന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. ഓൾറൈറ്റ്, എൻ ഈക്വൽ ടു വൺ എന്ന് നമുക്ക് തന്നേക്കുന്ന ഫോമുലയിലോട്ട് തന്നെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. അതായത് ഐ വൺ ഓഫ് എക്സ് നമുക്ക് തന്നേക്കുന്ന ഇക്വേഷനെയാണ് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ ഫ്രം ദ ബേസിക് ഡെഫിനേഷൻ വി ക്യാൻ റൈറ്റ് ഐ വൺ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു എക്സ് എക്സ് മൈനസ് കൈ ഹോൾ റേസ് ടു എൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുക. 1 മൈനസ് 1 എഫ് ഓഫ് കൈ ഡി കൈ എന്ന് കിട്ടും. ഇനി ഐ വണ്ണിൻ്റെ ഇതിനെ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യാം, കാരണം പവർ 0 ആണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻറ്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് കൈ ഡി കൈ. ഇനി അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഐ വൺ എന്ന് പറയുന്നത് ഒരു ഇൻറ്റഗ്രൽ വാല്യൂ ആണല്ലോ. ഇനി എന്ത് ചെയ്യുക? അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. സോ ഡി ബൈ ഡി എക്സ് ഓഫ് ഐ വൺ ഓഫ് എക്സ് നേരത്തെ അതേ ഫോമുല അപ്ലൈ ചെയ്യുക. അവിടെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കോമ കൈ അല്ലേ? എക്സ് കോമ കൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടുത്തെ സ്മോൾ എഫ് ഓഫ് കൈ ആയിരിക്കും. അത് നമ്മൾ എഴുതി. പിന്നെ ക്യാപിറ്റൽ എ ഓഫ് എക്സ് എന്ന് പറയണ എന്തായിരിക്കും? സ്മോൾ കോൺസ്റ്റൻ്റ് എ. സോ എ ഡാഷ് എന്ന് പറയുന്നത് 0 വരും. ബി ഓഫ് എക്സ് ഓക്കെ അപ്പർ ലിമിറ്റ് എക്സ് ആണ്. സോ ബി ഡാഷ് എന്ത് വരും? 1 വരും. ഓക്കെ, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഞാൻ നമ്മുടെ എഫ് ഓഫ് എക്സ് കൈ എന്ന് പറയുന്നത് എഫ് ഓഫ് കൈ ആയിട്ട് എടുത്തു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ അകത്ത് കിടക്കുന്ന ഫംഗ്ഷന് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കൈ എന്നാണല്ലോ കൊടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണ്ടേ? അതായത് ഡോ എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് കോമ കൈ ആണ് നമുക്ക് വേണ്ടത്. വിച്ച് ഇസ് നത്തിങ് ബട്ട് ഡോ എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് കൈ എന്താണ്? എഫ് ഓഫ് കൈ ആണ്. ശ്രദ്ധിക്കുക, നമുക്ക് കിട്ടിയേക്കുന്ന കയ്യിലുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്തായിരിക്കും ഡെറിവേറ്റീവ്?
സീറോ വരൂലേ. സോ ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് കോമ കൈ എന്താണ്? സീറോ ആണ്. അപ്പോൾ ആ ഒരു ടേം, കാരണം എക്സിൻ്റെ ടേംസ് ഇല്ല, കയ്യിലുള്ള ഒരു ഫംഗ്ഷനാണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, നമ്മുടെ ഫോമുല അപ്ലൈ ചെയ്യാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് ഐ വൺ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു എക്സ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് കൈ ഡി കൈ പ്ലസ് എഫ് ഓഫ് എക്സ് കോമ എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് കോമ എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എ. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് ഈ ടേം സീറോ ആയി പോവും. ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ്, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് കൈ, അവിടെ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ടേമും സീറോ ആയി പോവും. അപ്പോൾ നമുക്ക് റിമൈനിങ് ആരേ ഉള്ളൂ, എഫ് ഓഫ് എക്സ് കോമ എക്സും ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്, അത് 1 ആണെന്നറിയാം. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് കൈ എന്ന് പറയുന്നത് എഫ് ഓഫ് കൈ ആണ്. സോ എഫ് ഓഫ് എക്സ് എക്സ് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ആയിരിക്കും അല്ലേ. കൈ കിടക്കുന്നിടത്ത് എക്സ് ഇട്ട് കൊടുക്കുക. സോ യു വിൽ ഗെറ്റ് എഫ് ഓഫ് എക്സ്. ദാറ്റ് മീൻസ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഐ വൺ ഓഫ് എക്സ് ഇസ് എഫ് ഓഫ് എക്സ്. ക്ലിയർ ആയോ? ഓക്കെ, സോ ഇങ്ങനെയാണ് ഐ വണ്ണിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവും, അതായത് n ഈക്വൽ ടു 1 വരുമ്പം ഡി ബൈ ഡി എക്സ് ഓഫ് ഐ വൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് എന്നും കിട്ടും. പിന്നെ തൊട്ട് മേളി പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് ഐ എൻ ഓഫ് എക്സ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു ഐ എൻ മൈനസ് 1. ക്ലിയർ ആയോ? സിമ്പിളാണ്. ഓക്കെ, സോ നമുക്ക് ആ രണ്ട് റിലേഷൻഷിപ്പ് കിട്ടി. സോ ആദ്യത്തെ റിലേഷൻഷിപ്പിൽ നിന്ന്, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് ഐ എൻ ഓഫ് എക്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും ഡെറിവേറ്റീവ് എടുത്തിട്ട് നമുക്കൊരു റെക്കറൻസ് റിലേഷൻഷിപ്പ് അല്ലേ, നമ്മളൊരു ഫംഗ്ഷൻ എടുക്കുന്നു, ആ ഫംഗ്ഷൻ്റെ വേറൊരു ഫോമാറ്റിൽ തന്നെ അതിൻ്റെ ഡെറിവേറ്റീവ്സോ ഇൻറ്റഗ്രൽസോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു റെക്കറൻസ് റിലേഷൻഷിപ്പ് ഒബ്റ്റെയിൻ ചെയ്യാൻ നോക്കുക അല്ലേ. സോ നെക്സ്റ്റ് നമ്മളതാണ് ചെയ്യുന്നത്. ഡി ബൈ ഡി എക്സ് ഓഫ് ഐ എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു ഐ എൻ മൈനസ് 1 ആണ്. വീണ്ടും എന്ത് ചെയ്യാം? നമുക്കതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സോ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഐ എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് ഐ എൻ എന്ന് പറഞ്ഞ് എഴുതാം. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഐ എൻ എന്തായിരുന്നു? n മൈനസ് 1 ഇൻറ്റു ഐ എൻ മൈനസ് 1 ആണ്. ഇവിടുന്ന് n മൈനസ് 1 ഞാൻ പുറത്തോട്ട് എടുക്കുന്നു. പിന്നെ എന്ത് കിട്ടും? ഡി ബൈ ഡി എക്സ് ഓഫ് ഐ എൻ മൈനസ് 1 എന്തായിരിക്കും വരുന്നത്? n മൈനസ് 1 ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് വരുമ്പോൾ n മൈനസ് 2 ഇൻറ്റു ഐ എൻ മൈനസ് 2. ക്ലിയർ ആയോ? വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുക. വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുമ്പം, അതായത് ഡി ക്യൂബ് ബൈ ഡി എക്സ് ക്യൂബ് ഓഫ് ഐ എൻ, വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുമ്പം ഒരു ടേമും കൂടി കൂടും അല്ലേ. തേർഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്കിവിടെ എന്താ കിട്ടുന്നത്? n മൈനസ് 1, n മൈനസ് 2, n മൈനസ് 3, പിന്നെ ഐ എൻ മൈനസ് 3. അപ്പോൾ ഫോർത്ത് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്തായിരിക്കും? n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 ഇൻറ്റു n മൈനസ് 4 ഇൻറ്റു ഐ എൻ മൈനസ് 4. ഫോർത്ത് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ. സോ കണ്ടിന്യൂയിങ് ലൈക്ക് ദിസ്, നമ്മളൊരു കേത്ത് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? n മൈനസ് 1, n മൈനസ് 2 എക്സെട്ര അപ് ടു n മൈനസ് k ഐ എൻ മൈനസ് k. അപ്പോൾ ഈ കെ എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രിക്ട്ലി ലെസ് ദാൻ n ആയിരിക്കണം. കാരണം കെക്ക് വരെ നമ്മൾ n എടുത്തു കഴിഞ്ഞാൽ n മൈനസ് n 0, നമ്മൾ അങ്ങനെ ഒരു ടേമേ ഡിഫൈൻ ചെയ്തിട്ടില്ല അല്ലേ. സോ n എന്ന് പറയുന്നത്, നമ്മൾ ഈ ചൂസ് ചെയ്യുന്ന കെ എന്ന് പറഞ്ഞാൽ ഷുഡ് ബി സ്ട്രിക്ട്ലി ലെസ് ദാൻ കെ. കെ ഷുഡ് ബി സ്ട്രിക്ട്ലി ലെസ് ദാൻ n. എന്നിനേക്കാളും ചെറിയൊരു വാല്യൂ ആയിരിക്കണം n. അപ്പം ഞാനിങ്ങനെ വിചാരിക്കണം, ഓക്കെ, എന്നിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു നമ്പറാണ് എന്ത്? n മൈനസ് 1. ഓക്കെ, സോ അപ്പോൾ കേക്ക് ഞാൻ n മൈനസ് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം? ഡി എൻ മൈനസ് 1 ബൈ ഡി എക്സ് റേസ് ടു n മൈനസ് 1 ഓഫ് ഐ എൻ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പോയി ലാസ്റ്റ് n മൈനസ് കെ എന്നല്ല നമ്മൾ കൊടുക്കാറ്, ഇൻറ്റു ഐ എൻ മൈനസ് കെ. ഇപ്പോൾ കെയുടെ സ്ഥാനത്ത് n മൈനസ് 1 ഇട്ട് കൊടുക്കുക. സോ വാട്ട് വി ആർ ഒബ്സർവിങ് ഹിയർ ഇസ് n മൈനസ് 1, n മൈനസ് 2 എക്സെട്ര ഇൻറ്റു 1 ഇൻറ്റു ഐ വൺ എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. അതായത് നമ്മളിവിടെ മേളിൽ ഒബ്റ്റെയിൻ ചെയ്യുന്നത് n മൈനസ് 1 ഫാക്ടോറിയൽ ആണ് അല്ലേ. സോ n മൈനസ് ഫാക്ടോറിയൽ ഇൻറ്റു ഐ വൺ എന്ന് പറഞ്ഞ് കിട്ടി. സോ ഡി എൻ മൈനസ് 1 ബൈ ഡി എക്സ് റേസ് ടു n മൈനസ് 1 ഓഫ് ഐ എൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? n മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു ഐ വൺ ആയിരിക്കും കിട്ടിയത്. ഇനി നമ്മൾ ഫോർമുലാസ് കൊടുക്കുന്നില്ല, ഡയറക്റ്റ് നമ്മുടെ ഡിഫറൻസിയേഷൻ ചെയ്യാണ്. അപ്പോൾ യൂഷ്വൽ ഡിഫറൻസിയേഷൻ ചെയ്യാൻ നേരത്ത് ഡി എൻ ബൈ ഡി എക്സ് റേസ് ടു എൻ ഓഫ് ഐ എൻ ഇസ് ഈക്വൽ ടു എന്ത് വരും?
ഡി ബൈ ഡി എക്സ് ഓഫ് എന്ത് വരും, ഡി എൻ മൈനസ് വൺ ബൈ ഡി എക്സ് റേസ് ടു എൻ മൈനസ് വൺ ഐ എൻ. അതായത് എന്ത് ഡെറിവേറ്റീവ് എടുക്കുകയെന്ന് വെച്ചാൽ ഫസ്റ്റ് എൻ മൈനസ് വൺ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് പിന്നെ ഒരു വട്ടം കൂടി ഡെറിവേറ്റീവ് എടുക്കുന്നതിന് ഇക്വലൻ്റ് ആണ്. സോ ദിസ് ക്വാണ്ടിറ്റി ഇസ് എൻ മൈനസ് വൺ ഫാക്ടോറിയൽ ഇൻറ്റു ഐ വൺ വിച്ച് വി ഹാവ് ഒബ്റ്റെയിൻഡ് ജസ്റ്റ് അബവ്. സോ ഇങ്ങനെ ചെയ്യുന്നു. എൻ മൈനസ് വൺ കോൺസ്റ്റൻ്റ് ആണ്, പുറത്തോട്ട് എടുക്കുക. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എൻ മൈനസ് വൺ ഫാക്ടോറിയൽ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഐ വൺ എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് ഐ വൺ തൊട്ട് മുകളിൽ നമ്മൾ കണ്ടുപിടിച്ചു എന്താണ്, എഫ് ഓഫ് എക്സ് ആണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എൻ മൈനസ് വൺ ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഓഫ് എക്സ്. നമ്മളിവിടെ ഒരു റിലേഷൻ ഒബ്റ്റെയിൻ ചെയ്തു. അതായത് ഡി എൻ ബൈ ഡി എക്സ് റേസ് ടു എൻ ഐ എൻ ഇസ് ഈക്വലൻ ടു എൻ മൈനസ് വൺ ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഓഫ് എക്സ്, ഓർ വി ക്യാൻ സിംപ്ലി റൈറ്റ് ഇറ്റ് ആസ് എൻ മൈനസ് വൺ ഫാക്ടോറിയൽ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഐ വൺ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഇവിടുന്ന് ഒബ്റ്റെയിൻ ചെയ്ത് വരുന്നതെന്നുള്ളത് സിസ്റ്റമാറ്റിക്കായിട്ട് അറിഞ്ഞിരിക്കുക. ആദ്യം നമ്മൾ എന്താ ചെയ്തത്, തീർന്നിട്ടില്ല, ഇനിയുണ്ട്, എന്നാലും ഒന്ന് ജസ്റ്റ് റീകളക്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഐ എൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്തു അല്ലേ, എന്നിട്ട് ഐ എന്നിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് ഐ എൻ കണ്ടുപിടിച്ചു. ബട്ട് ദാറ്റ് വാല്യൂ ഇസ് വാലിഡ് ഓൺലി ഫോർ എൻ ഗ്രേറ്റർ ദാൻ വൺ. സോ എൻ ഈക്വൽ ടു വണ്ണിന് നമ്മൾ ഡി ബൈ ഡി എക്സ് എന്താണെന്നുള്ളതാണ് മൂന്നാമത് കണ്ടുപിടിച്ചത്. നാലാമത് നമ്മൾ എന്ത് ചെയ്തു, ഹയർ ഡെറിവേറ്റീവ്സിലോട്ട് പോയി. ഈ ഒരു ഓർഡർ ഓർത്തിരിക്കുക. പഠിക്കാൻ നേരത്ത് നമുക്ക് എല്ലാം കൂടി തലയിൽ പെട്ടെന്ന് ഇരിക്കില്ല, ബട്ട് ഈ ഒരു ഓർഡർ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ, ലൈക്ക് പ്രോബ്ലം ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. യെസ്, സോ നമുക്കിവിടെ കിട്ടിയത് എന്തായിരുന്നു, വി ഹാവ് ഐ എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു എക്സ് എക്സ് മൈനസ് കൈ ദ ഹോൾ റേസ് ടു എൻ മൈനസ് വൺ എഫ് ഓഫ് കൈ ഡി കൈ ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ വെൻ എക്സ് ഈക്വൽ ടു എ. ഇനി ഞാൻ എക്സിനൊരു വാല്യൂ ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ കുറച്ച് കൺക്ലൂഷനിൽ ഈ ഐ എൻ്റെ ബിഹേവിയറിനെ പറ്റി കുറച്ച് കൺക്ലൂഷൻസിലോട്ട് വന്നെത്തുക. അതെന്തിനാന്നുള്ളത് നമ്മളിനി അടുത്ത സെക്ഷനിലോട്ട്, അതായത് അടുത്ത സെക്ഷനല്ല, ഇത് കഴിഞ്ഞ ആ ഇൻറ്റഗ്രലിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞില്ല മൾട്ടിപ്പിൾ ഇൻറ്റഗ്രലിൽ നമ്മൾ നോക്കുന്നുണ്ടെന്ന്, അവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഐ എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് കുറച്ച് ബിഹേവിയർ അല്ലെ, അതിന് കുറച്ച് ഫംഗ്ഷന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അത് 3 കൺക്ലൂഷൻസ് ആയിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. അതാണ് നോക്കാൻ പോകുന്നത്. സോ ആദ്യം ഞാൻ എന്താ ചെയ്യുന്നത്, എക്സിന് എ ഇട്ട് കൊടുക്കുകയാണ്. എക്സിന് എ ഇട്ട് കൊടുക്കാൻ നേരത്ത് ഐ എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു എ. അറിയാലോ, നമുക്ക് ഇൻറ്റഗ്രലിൻ്റെ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ ആ ഇൻറ്റഗ്രൽ വാല്യൂ 0 ആയിരിക്കും. സോ ഇവിടെ എന്ത് കിട്ടി, ഐ എൻ ഓഫ് എ എന്താണ്, 0 ആണ്. ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, എല്ലാ എന്നുകൾക്കും അത് ട്രൂ ആണ്. ഇനി ഡി എൻ മൈനസ് വൺ ബൈ ഡി എക്സ് റേസ് ടു എൻ മൈനസ് വൺ ഓഫ് ഐ എൻ എന്താണ്, എൻ മൈനസ് വൺ ഫാക്ടോറിയൽ ഇൻറ്റു ഐ വൺ ആണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഫ്രം ദിസ് ഇക്വേഷൻ ദ ഫസ്റ്റ്, അതായത് ഈ ഒരു ഇക്വേഷൻ ദ ഫസ്റ്റ് എൻ മൈനസ് വൺ ഡെറിവേറ്റീവ് ഓഫ് ഐ എൻ വാനിഷസ് വെൻ എക്സ് ഈക്വൽ ടു എ. അതായത് എക്സ് ഈക്വൽ ടു എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഐ എന്നുകളെല്ലാം എന്തായിരിക്കും, വാനിഷ് ചെയ്ത് പോവും. ഇനി നെക്സ്റ്റ്, ഫസ്റ്റ് എൻ മൈനസ് വൺ ഡെറിവേറ്റീവ് ഓഫ് ഐ എൻ ഓൾസോ വാനിഷസ് ഫോർ എക്സ് ഈക്വൽ ടു എ. ഐ എൻ മാത്രമല്ല, ഇവിടെ നമ്മൾ ഐ എൻ ചെയ്തപ്പോഴും എല്ലായിടത്തും 0 കിട്ടി. ഐ എൻ 0 ആയതുകൊണ്ട് തന്നെ ഐ വൺ ഓഫ് എ വരുമ്പോഴത്തേക്കും എൻ മൈനസ് വൺത്ത് ഡെറിവേറ്റീവ്സ് എടുക്കുമ്പോഴത്തേക്കും എന്താണ്, നമുക്കതും 0 ആയിട്ട് വരുന്നത്. ഈ കൺക്ലൂഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചിലപ്പോൾ കൺക്ലൂഷൻസ് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് കൺക്ലൂഷൻ ദാറ്റ് യു ഒബ്റ്റെയിൻ വൈൽ ഒബ്സർവിങ് ദി ഇൻറ്റഗ്രൽസ് ഓഫ് ഐ എൻ ഓഫ് എക്സ് എന്നൊക്കെ പറഞ്ഞൊക്കെ ചിലപ്പോൾ ചോദിക്കാം. സോ അത് ശ്രദ്ധിക്കുക. സോ ഈ ഒരു കൺക്ലൂഷനിൽ നമ്മൾ എത്തി, അതായത് ഐ എൻ ഓഫ് എക്സ് എക്സ് ഈക്വൽ ടു എയിൽ വാനിഷ് ചെയ്യും. ഐ എന്നിൻ്റെ എല്ലാ ഡെറിവേറ്റീവ്സ് എൻ മൈനസ് വൺ ഡെറിവേറ്റീവ്സും എന്താണ്, എക്സ് ഈക്വൽ ടു എയിൽ വാനിഷ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ കൺക്ലൂഷൻ. നൗ we have from equation number 5 dn by dx raised to n of in is equal to n minus 1 factorial into di1 by dx അഥവാ d by dx of i1 എന്ന് പറയുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി നമ്മൾ എന്നിന് ഓരോ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു റിലേഷൻഷിപ്പ് ഒബ്റ്റെയിൻ ചെയ്യുക. അതിൻ്റെ ഒരു i1നെ ഇൻ ടേംസ് ഓഫ് ഇൻറ്റഗ്രൽ ഫോമിലോട്ടൊന്ന് കൊണ്ടുവരികയാണ്. So d by dx of i1 is equal to 1 minus 1 factorial into f of x.
ഓക്കെ, 1 മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 0 ഫാക്ടോറിയലാണ്, വിച്ച് ഇസ് 1. സോ ഡി ബൈ ഡി എക്സ് ഓഫ് I1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. രണ്ട് സൈഡിലും ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് I1 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഇനിയാണ് ഞാൻ ഒരു പുതിയൊരു കൺസെപ്റ്റിലോട്ട്, പുതിയ കൺസെപ്റ്റ് അല്ല, പുതിയൊരു ഐഡിയയിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഐഡിയ ഇതാണ്. നമ്മൾ ഇവിടെ ഇതൊരു ജസ്റ്റ് ഒരു ഇൻറ്റഗ്രൽ മാത്രമാണ് അല്ലേ, അതിനൊരു ലോവർ ലിമിറ്റ് ഇല്ല, അപ്പർ ലിമിറ്റ് ഇല്ല. ഓക്കെ ആണല്ലോ, എന്തില്ല, ലോവർ ലിമിറ്റും ഇല്ല, അപ്പർ ലിമിറ്റും ഇല്ല. സോ ഞാനിവിടെ ഈ ഒരു ഇൻറ്റഗ്രലിനെ ഒന്ന് റീനെയിം ചെയ്യുകയാണ്, അതായത് ഈ ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രലിനെ ഒന്ന് ഡെഫിനിറ്റ് ആക്കാൻ നോക്കുകയാണ്. അതിന് ഞാൻ ചെയ്യുന്നത് I1 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ്, ഇവിടെ എക്സ് എന്ന് കിടക്കുന്നിടത്ത് ഞാൻ വേരിയബിൾ ഒന്ന് മാറ്റുകയാണ്. I1 ആയതുകൊണ്ട് തന്നെ x1 എന്ന് ഞാൻ വേരിയബിൾ കൊടുക്കുകയാണ്, ഇൻറ്റു dx1 എന്ന് കൊടുക്കുന്നു. ഇനി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനെ എനിക്ക് നമുക്കറിയാം എന്തായിരിക്കും വരുന്നത്, x³ 3 ആയിരിക്കും വരുന്നത് അല്ലേ. പക്ഷേ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എനിക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പറയാമേ, ഇൻറ്റഗ്രൽ 0 ടു എക്സ് x1² dx1 ഇൻറ്റു dx1 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു x1 എന്ന് പറയുന്നത് ഇവിടെ ഒരു ഡമ്മി വേരിയബിൾ ആണ് അല്ലേ. സോ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താ കിട്ടുന്നത്, x1³ x³ അപ്പോൺ ദ ലിമിറ്റ് 0 ടു എക്സ്. അപ്പം നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുന്നു. സോ ഇതേ ഇവിടെ ഒബ്റ്റെയിൻ ചെയ്ത് x³ 3 എന്ന് തന്നെ നമുക്ക് ഇവിടെയും കിട്ടി. എന്തുകൊണ്ട് x³ 3 എന്ന് കിട്ടുന്നതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ, നമുക്ക് തന്നേക്കുന്ന എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0, ഈ 0 എന്ന് പറഞ്ഞ പോയിന്റിൽ വാനിഷ് ചെയ്യുന്നു. അതായത് 0യ്ക്ക് പകരം ഞാനിപ്പോൾ ഒരു 7 ആയിരുന്നു കൊടുത്തെങ്കിൽ കൂടിപ്പോൾ ഒരു ടേം പ്ലസ് ഒരു 7³ 3 എന്നും കൂടി വന്നേനെ അല്ലേ, ഒരു 7³ 3 എന്നൊരു ടേമും കൂടി വന്നേനെ. പക്ഷേ ആ ഫംഗ്ഷന്, അഥവാ ആ IN വാനിഷ് ചെയ്യുന്ന ഒരു പോയിന്റ് I1 ഓഫ് എക്സ്, ഇനിയിപ്പം നമ്മൾ എ ഇട്ട് കൊടുക്കുമല്ലോ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ എ ഇട്ട് കൊടുത്താലും ആ ഒരു ടേം അവിടെ വാനിഷായി പോവുകയാണ്. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ടിൽ നിന്ന് വരും എന്നുള്ളൊരിത് ഒരു കേസ് അവിടെ അപ്പിയർ ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഈ I1 ഓഫ് എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം, ഇൻറ്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് x1 dx1 എന്ന് പറഞ്ഞ് കൊടുക്കാം. ക്ലിയർ ആയോ? ഈ ഒരു ഐഡിയ നമ്മളിനി കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഇൻറ്റഗ്രലിന് അങ്ങനെ ഒരു ഐഡിയ നമ്മൾ റിപ്പിറ്റേറ്റീവായിട്ട് കൊടുക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആലോചിക്കുക, ഇവിടെ ഏത് വേരിയബിളാണ് കിടക്കുന്നത്, എക്സ്. സോ ആ എക്സ് ആയിരിക്കണം ഇവിടുത്തെ അപ്പർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് എന്ന് വെച്ചാൽ I1 ഓഫ് എക്സ്, IN ഓഫ് എക്സ്, ഇൻ ജനറൽ IN ഓഫ് എക്സ് ഏത് പോയിന്റിലാണോ വാനിഷ് ചെയ്യുന്നത് ആ പോയിന്റിനെ വേണം ലോവർ ലിമിറ്റായിട്ട് കൊടുക്കാൻ. ക്ലിയർ ആയോ? സോ ഇവിടെ I1 വാനിഷ് ചെയ്യുന്നത് എ എന്ന് പറഞ്ഞ പോയിന്റിലാണ്. സോ അവിടെ അതുകൊണ്ടാണ് നമ്മൾ എ എന്ന് കൊടുത്തത്. ഇവിടെ എക്സ് ആയതുകൊണ്ട് ഇവിടെയും നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു. പിന്നെ I1 ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഓർഡർ മനസ്സിലാക്കാൻ വേണ്ടി ഫസ്റ്റ് വേരിയബിൾ x1 എന്നും കൊടുക്കുന്നു, dx1 എന്ന് പറഞ്ഞും കൊടുക്കും. ഓൾ റൈറ്റ്. നെക്സ്റ്റ് എന്നിന് ഞാൻ 2 ഇട്ട് കൊടുക്കുന്നു. ഏത് ഇക്വേഷനിലാണെന്നറിയാമല്ലോ, ഇതാണ്ട് ഈ ഒരു ഇക്വേഷനിൽ ഞാൻ എന്നിന് 2 ഇട്ട് കൊടുക്കുന്നു. 2 ഇട്ട് കൊടുക്കുമ്പോൾ d² ബൈ dx² ഓഫ് I2 ഈസ് ഈക്വൽ ടു 2 മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഓഫ് എക്സ്. 2 മൈനസ് 1 എന്ന് പറയുന്നത് 1 ആണ്, അതായത് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. സോ ദിസ് എഫ് ഓഫ് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് di1 ബൈ dx. ഓക്കെ, അത് എന്തിനാ എഴുതിയെന്നുള്ളത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാവും. ഇവിടെ d² അല്ലേ, രണ്ട് സൈഡിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം ഒരു ഡെറിവേറ്റീവ് ഡയറക്റ്റ് അങ്ങ് പോകും. അപ്പം നമുക്ക് എന്ത് കിട്ടി, d ബൈ dx ഓഫ് I2 ഇൻറ്റു I1 ഓഫ് എക്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വീണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു റിലേഷൻ കിട്ടിയപ്പോൾ നമ്മൾ വീണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അന്നേരം എന്താ വരിക, I2 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു എക്സ് I1 ഓഫ് എക്സ് ടു dx2. ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ കിടക്കുന്നത് ആരാ, എക്സ്. ഈ എക്സിനെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ അപ്പർ ലിമിറ്റായിട്ട് കൊടുക്കും. I2 വാനിഷ് ചെയ്യുന്ന പോയിൻറ്റ് എ, അത് ഞാൻ ലോവർ ലിമിറ്റിൽ കൊടുക്കും. I1 അതേപോലെ ആ ഫംഗ്ഷൻ എന്താണോ അത് അതേപോലെ ഇവിടെ എഴുതി, I1 ആയിട്ട് തന്നെ എഴുതി. ഇനി I2 ചെയ്തുകൊണ്ട് നമ്മൾ വേരിയബിൾ എന്തായിട്ട് കൊടുക്കുന്നു, x2 ആയിട്ട് കൊടുക്കുന്നു. ആ ഒരു ഓർഡർ നിങ്ങൾ ഓർത്തിരിക്കുക, ഞാൻ പറഞ്ഞിരുന്ന ആ ഒരു ഓർഡർ ഉണ്ടല്ലോ ഓർത്തിരിക്കുക. കാരണം ഈ I1 ഓഫ് എക്സ് ഇനി എന്താണെന്നുള്ളത് നമ്മളൊന്നും കൂടി റീറൈറ്റ് ചെയ്യും. ഓക്കെ, സോ I1 ഓഫ് x2 എന്ന് പറയുക, I1 ഓഫ് x2 ഇൻറ്റു dx2. I2 ആയതുകൊണ്ടാണ് നമ്മളിവിടെ വേരിയബിൾ x2 എന്ന് പറഞ്ഞ് കൊടുത്തത്. നേരത്തെ I1 ആണ് കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് നമ്മൾ I1 എന്ന് പറഞ്ഞ് കൊടുത്തു.
ഓക്കെ, ഇനി അത് ക്ലിയർ ആയല്ലോ. ദാറ്റ് മീൻസ് നമുക്ക് നേരത്തെ ഫോമുലയിൽ നിന്ന് നമുക്ക് I1 എന്തായിട്ടാണ് കിട്ടിയത്? I1 എന്ന് പറയുന്നത്, ഓക്കെ ഞാൻ ജസ്റ്റ് സൈഡിലോട്ടൊന്ന് എഴുതാം. I1 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ a to x f of x1 dx1. ഓക്കെ, f of x1 dx1 ആണ് അല്ലേ? ഇതായിരുന്നു നമ്മുടെ I1 എന്ന് പറയുന്നത്. ഇവിടെ I1 ഓഫ് x2 ആണ് കിടക്കുന്നത് അല്ലേ? I1 ഓഫ് x2 ആണ്. x2 വരുമ്പോൾ x കിടക്കുന്നിടത്ത് നമ്മൾ എന്ത് കൊടുക്കണം? x2 കൊടുക്കണ്ടേ? സോ I1 ഓഫ് x2 വരുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും? ഇൻറ്റഗ്രൽ a to x വരുന്നിടത്ത് x2 ഇട്ട് കൊടുക്കുക. f ഓഫ് x1 d1. dx1 അതെന്തുകൊണ്ടാണ് അകത്തുള്ള മാറ്റത്തെ? അതൊരു ഡമ്മി വേരിയബിളാണ്, അതിന് വേറെ പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ I1 ഓഫ് x2 പകരം, അതായത് ഈ ഒരു ടേം ഞാൻ ഒരു യെല്ലോ കളറിൽ കാണിക്കാം, അതാണ്ട് ഈ ഒരു ടേമിന് പകരം ഈ ഒരു ഇൻറ്റഗ്രൽ ഇവിടെ ഈ കിട്ടിയേക്കുന്ന ഇൻറ്റഗ്രൽ കൊണ്ട് റീപ്ലേസ് ചെയ്യും. ദാറ്റ് മീൻസ് വിൽ ഗെറ്റ് ഇൻറ്റഗ്രൽ a to x2 f1 ഓഫ് x1 dx1. പിന്നെ ഇവിടെ ഓൾറെഡി dx2 ഉണ്ട്. ഈ ഒരു രീതിക്ക് കൺവേർട്ട് ചെയ്യുന്നത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതൊരു 1-2 വട്ടം നമ്മൾ എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, സെയിം പ്രൊസീജിയറാണ് നമ്മൾ n = 3 എന്ന് പറയുമ്പോഴും ചെയ്യുന്നത്. n = 3 ഒന്നും കൂടി പറയാം. d cube by dx cube of I3 is equal to 3 - 1 factorial into f of x. 3 - 1 factorial എന്ന് പറഞ്ഞാൽ എന്താണ്? 2 factorial into f of x. അതായത് 2 factorial into f of x-നെ നമുക്ക് d² by dx² into I2 ഫ്രം ദി എബവ് കേസ്, തൊട്ട് മുകളിലത്തെ പോലെ തന്നെ നമ്മൾ എഴുതിയെടുക്കുകയാണ് അല്ലേ? സോ d² by dx² of I3 is equal to 2 factorial into d by dx of I2. അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്. ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്. ഇൻറ്റഗ്രേറ്റ് ചെയ്തപ്പോഴാണ് എന്ത് ചെയ്തത്? ഒരു ടേമായിട്ട് കുറഞ്ഞത് അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അന്നേരം d by dx of I3 is equal to 2 factorial into I2. ഇങ്ങനെ കിട്ടി. നൗ I3 of x is equal to നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, 2 factorial into നമ്മുടെ ഇൻറ്റഗ്രൽ എഴുതി. ഇനി ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഉണ്ട് അല്ലേ? നമ്മൾ I2 of x ആണ് ഇവിടെ. ഓക്കെ, I2 of x ആണ്. സോ അപ്പർ ലിമിറ്റ് ഈ x വരും, ലോവർ ലിമിറ്റ് ഈ I3 വാനിഷ് ചെയ്യുന്ന പോയിൻ്റ്, അതായത് എയിലാണ് വാനിഷ് ചെയ്യുന്നത്. അപ്പം നമ്മളങ്ങനെ എഴുതി. ഇനി I2 ഓഫ് എക്സ് ആയിരുന്നു, പക്ഷെ നമ്മളിവിടെ I3 ഇവാലുവേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വേരിയബിൾ എന്ത് ചെയ്യുന്നു? x3 dx3 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇനി I2ൻ്റെ ഫോമുല അറിയാലോ. I2ൻ്റെ ഫോമുലയിൽ I2 ഓഫ് എക്സ് ആണ് നമ്മൾ നേരത്തെ ഇവാലുവേറ്റ് ചെയ്തത് അല്ലേ? സോ I2 ഓഫ് എക്സിനകത്ത് എക്സ് വരുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? x3 ഇട്ട് കൊടുക്കുക. അതായത് നമ്മുടെ സെക്കൻഡ് ഇൻറ്റഗ്രൽ അത് x3 ആയിട്ട് മാറും. അന്നേരം നമുക്ക് ദാണ്ട് ഇങ്ങനെ ഒരു ഡേറ്റ, അതായത് ഇങ്ങനെ ഒരു ഇൻറ്റഗ്രൽ കിട്ടും. ദാറ്റ് ഈസ് I3 ഓഫ് എക്സിനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു ട്രിപ്പിൾ ഇൻറ്റഗ്രലിൻ്റെ ഫോമിലായിട്ട് എഴുതാൻ പറ്റും. I3 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 factorial into integral a to x, integral a to x3, integral a to x2 f of x1 dx1 dx2 dx3. ഈ ഒരു ഫോമാറ്റിൽ വേണം പോവാൻ. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ I3 എടുത്തപ്പോൾ 2 factorial വന്നു. പുറത്തത്തെ ഇൻറ്റഗ്രൽ എന്താണ്? a to x. അത് കഴിഞ്ഞുള്ള ഇൻറ്റഗ്രൽ എന്താണ്? I3 ആയതുകൊണ്ട് തന്നെ a to x3, പിന്നെ a to x2. ശ്രദ്ധിക്കുക, 3 ആയതുകൊണ്ട് 3 ഇൻറ്റഗ്രൽസ് വരുന്നു. സോ അപ്പർ ലിമിറ്റ് x, x3, x2, f ഓഫ് x1 dx1 dx2 dx3. ആ ഒരു ഓർഡർ ഇല്ലേ? ആ ഒരു ഓർഡർ പഠിച്ചിരുന്നാൽ തന്നെ, ആ ഒരു ഓർഡർ നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ തന്നെ എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു I4 പറയുകയാണ്. ഓക്കെ, സോ I4 ഓഫ് എക്സ് ഇത് ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാമല്ലോ എന്ത് വരും? 3 factorial വരും. 4 ആയതുകൊണ്ട് 4 ഇൻറ്റഗ്രൽസ് കാണും. ഓക്കെ, എല്ലാത്തിൻ്റെ ലോവർ ലിമിറ്റ് a ആണ്. ഓക്കെ, ഇനി മുകളിൽ എന്തായിരിക്കും വരുന്നത്? ആദ്യത്തേതിൻ്റെ എക്സ് ആയിരിക്കും. ഇവിടെ 3 ആയപ്പം രണ്ടാമത്തത് x3 ആണ്. സോ ഇവിടെ എന്ത് വരും? x4, x3, x2. ഇനി ഇവിടെ എന്ത് വരാം? f ഓഫ് x1 dx1 dx2 dx3 ആൻഡ് ലാസ്റ്റ് dx4. ക്ലിയർ ആയോ ഈ ഒരു പാറ്റേൺ? ഈ ഒരു പാറ്റേൺ നന്നായിട്ട് ഓർത്തിരുന്നാൽ മതി.
അതായത് നമുക്ക് നമ്മുടെ IN of x is equal to n വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ n-1 ഫാക്ടോറിയൽ ഇൻറ്റഗ്രൽ a to xn അപ് ടു a to x2 വരെ, അതായത് ലാസ്റ്റത്തേന് തൊട്ട് മുമ്പത്തെ ടേം വരെ, എന്നിട്ട് അകത്ത് f(x1) dx1 അപ് ടു dxn വരെയുള്ള ഇൻറ്റഗ്രൽ, അതായത് n ഇൻറ്റഗ്രൽസിന് കറസ്പോണ്ടിങ് നമുക്ക് എല്ലാം ഓരോന്നോരോന്ന് വെച്ച് കിട്ടും. ക്ലിയർ ആയോ? ഇങ്ങനെയാണ്. അഥവാ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അതായത് ഈ n-1 ഇവിടെ ഡിനോമിനേറ്ററിലോട്ട് കൊണ്ടുപോകാം. അതായത് നമുക്ക് കിട്ടും ഇൻറ്റഗ്രൽ a to x, ഇൻറ്റഗ്രൽ a to xn, എക്സെട്ര, ഇൻറ്റഗ്രൽ a to x3, ഇൻറ്റഗ്രൽ a to x2, f(x1) dx1 dx2 എക്സെട്ര dxn-1 dx is equal to 1 by n-1 factorial in of x, which is equal to 1 by n-1 factorial. ഇനി in of x എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്? ഇൻറ്റഗ്രൽ a to x x minus chi the whole raised to n-1 f of chi dk. ഇതാണ് നമ്മൾ പറഞ്ഞ റിലേഷൻഷിപ്പ്. ഓക്കെ, ഇനി അതിനെ ജസ്റ്റ് ഒന്ന് റിസൾട്ടായിട്ടൊന്ന് എടുത്ത് എഴുതുന്നതേ ഉള്ളൂ അടുത്ത സ്റ്റെപ്പിൽ. അതായത് ഇൻറ്റഗ്രൽ a to x, ഇൻറ്റഗ്രൽ a to xn എക്സെട്ര ഇൻറ്റഗ്രൽ a to x3, a to x2, f of x1 dx2 എക്സെട്ര dxn വരെ പോവുക. ദിസ് ഇസ് ഈക്വൽ ടു 1 by n-1. n ടേംസ് ഉണ്ടെങ്കിൽ n-1 ഫാക്ടോറിയൽ ഇൻറ്റു ഇൻറ്റഗ്രൽ a to x x minus chi raised to n-1 f of chi dk. ഇനി ഇൻ ജനറൽ ഈ x1 സഫിക്സുകളെല്ലാം മാറ്റി ഞാൻ x ആക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇൻറ്റഗ്രൽ a to x n ടൈംസ് വരുന്നു. f of x ഇൻറ്റു dx n ടൈംസ് വരുന്നു. ഇസ് ഈക്വൽ ടു 1 by n-1 ഫാക്ടോറിയൽ ഇൻറ്റഗ്രൽ a to x x minus chi raised to n-1 f of chi. ഇതാണ് നമുക്ക് വേണ്ടുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ്. ഇതിനി എവിടെയാണ് ഇതിൻ്റെ ഡെറിവേഷൻ ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ അവർ അതിനകത്ത് ഏതെങ്കിലും, അതായത് ഷോ ദാറ്റ് അതിൽ d/d അല്ലെങ്കിൽ dn-1 by dx raised to n-1 of in is equal to എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ആ ഒരു റിലേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ ഡിറൈവ് ചെയ്യാനൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് ഡെറിവേഷൻ. അപ്പോൾ അതൊരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ഡെറിവേഷൻസിനെ എല്ലാം എന്ത് ചെയ്യും, പ്രോബ്ലംസിൽ അപ്ലൈ ചെയ്യും. അതായത് നമ്മുടെ നെക്സ്റ്റ് സെക്ഷനിൽ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ ചോദിക്കുക. സോ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ, അതായത് സെക്ഷൻ 3.1 ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. സോ അടുത്ത വീഡിയോ നാളെ ഞാൻ ഇടുന്നതായിരിക്കും. അടുത്ത സെക്ഷൻ 3.2 ആ ഒരു സെക്ഷനിൽ നമുക്ക് ഇവർ തമ്മിലുള്ള റിലേഷൻ, ഡിഫറൻഷ്യൽ ആൻഡ് ഇൻറ്റഗ്രൽ ഇക്വേഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി പഠിക്കാം. സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.